ഇന്നത്തെ ക്ലാസ്സിൽ ഫ്രെഡോം തിയറി ഓഫ് കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ള ടോപ്പിക്കിലെ നമ്മുടെ ഡിസ്കഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു ലെമ്മ നമ്മൾ പഠിച്ചു. ലെറ്റ് E1 be a closed subspace of E such that E not equal to E1 subspace of E subspace of X. Then there exists a Y0 in E with the norm of Y0 equal to 1 and such that the distance of Y0 to E1 satisfies distance of Y0 to E1 is greater than or equal to 1/2. E1 എന്ന് പറയുന്ന സബ്സ്പേസിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 1/2 ഡിസ്റ്റൻസ് എങ്കിലും അകലെയായിട്ട് നമുക്കൊരു യൂണിറ്റ് വെക്റ്റർ Y0 എക്സിസ്റ്റ് ചെയ്യും. Then we have studied a corollary. If X is an infinite dimensional Banach space, then the identity operator is not compact. Identity operator infinite dimensional സ്പേസുകളിൽ കോമ്പാക്റ്റ് അല്ല. പിന്നെ ഒരു പ്രൊപ്പോസിഷനാണ് നമ്മൾ പഠിച്ചത്. ഫോർ എവരി കോമ്പാക്റ്റ് ഓപ്പറേറ്റർ T ഓൺ ആൻ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ Banach സ്പേസ് X 0 ഈസ് എ സ്പെക്ട്രൽ പോയിൻ്റ്. എപ്പോഴൊക്കെ T ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്ററും അതിൻ്റെ ഡൊമെയിനായ X ഒരു ഇൻഫിനിറ്റ് ഡയമെൻഷണൽ Banach സ്പേസും ആവുന്നു, അപ്പോഴെല്ലാം 0 ഒരു സ്പെക്ട്രൽ പോയിൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഈ പ്രൊപ്പോസിഷൻ പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിലും നമ്മളൊരു പ്രൊപ്പോസിഷൻ തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. ഈ പ്രൊപ്പോസിഷനിൽ പോയിൻ്റ് സ്പെക്ട്രം ഓഫ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ഓൺ ആൻ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ Banach സ്പേസ് എങ്ങനെയാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ള അനാലിസിസിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ഈ പ്രൊപ്പോസിഷനിൽ ചെയ്യാൻ പോകുന്നത്. സോ T എന്ന് പറയുന്നത് ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്ററാണ് ഓൺ ആൻ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ Banach സ്പേസ് ക്യാപിറ്റൽ X. So the proposition says that for every epsilon greater than 0, there is only a finite number of linearly independent eigenvectors corresponding to eigenvalues lambda I with a mode lambda I greater than or equal to epsilon എന്നാണ് നമ്മളോട് പറയുന്നത്. അതായത് നമ്മൾ ഏഗൺ വാല്യൂസ് എടുക്കുമ്പോൾ കോംപ്ലക്സ് പ്ലെയിനിൽ നിന്നാണ് നമ്മൾ ഏഗൺ വാല്യൂസ് ലാംഡ ഐസ് പറയുന്നത്. സോ ഇത് ഒറിജിനാണ്. ആ ഒറിജിൻ സെൻറ്ററാക്കി എപ്സിലൺ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിസ്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇതിൻ്റെ പുറത്ത് നമുക്ക് ഫൈനൈറ്റ്ലി മെനി ഏഗൺ വാല്യൂസേ ഉണ്ടായിരിക്കുകയുള്ളൂ. മാത്രമല്ല ഈ ഓരോ ഏഗൺ വാല്യൂവിനും ഫൈനൈറ്റ് മൾട്ടിപ്ലിസിറ്റിയാണ് ഉണ്ടാവുക. ഇതാണ് ഈ പ്രൊപ്പോസിഷൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദർ എക്സിസ്റ്റ് ഓൺലി finite number of linearly independent eigenvectors corresponding to eigenvalues lambda I where mod lambda I greater than or equal to epsilon. In other words, there exist finite number of lambda i's in point spectrum. അതായത് there exist finite number of eigenvalues such that mod lambda I greater than or equal to epsilon and every lambda I has finite multiplicity. ലാംഡ ഐസിന് ഫൈനൈറ്റ് മൾട്ടിപ്ലിസിറ്റി ആണ് എന്ന് പറയുമ്പോൾ കേർണൽ ഓഫ് ടി ലാംഡ മീൻസ് ടി മൈനസ് ലാംഡ ഐ. സോ കേർണൽ ഓഫ് ടി മൈനസ് ലാംഡ ഐയുടെ ഡയമെൻഷൻ ഫൈനൈറ്റ് ആയിരിക്കും ഫോർ ഈച്ച് സച്ച് ലാംഡ ഐസ്. അപ്പോൾ ഇവിടെ ജനറലി നമ്മൾ ലാംഡ എന്ന് എഴുതുന്നു എന്നേ ഉള്ളൂ. സോ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഈ തന്നിരിക്കുന്ന കാര്യം തെറ്റാണ്. അതായത് ദർ എക്സിസ്റ്റ് xi, collection xi where I varies from 1 to infinity linearly independent vectors. ഈ xiകളെല്ലാം linearly independent ആണ്. So we have infinitely many linearly independent vectors and t of xi equal to lambda I xi for mod lambda I greater than or equal to epsilon എന്ന് നമ്മൾ അങ്ങോട്ട് അസ്യൂം ചെയ്തു. അതായത് നമ്മൾ എപ്സിലൺ റേഡിയസ് വരുന്ന ഓപ്പൺ ഡിസ്കിൻ്റെ പുറത്ത് കിടക്കുന്ന ഏഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൺ വെക്റ്റേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ അങ്ങോട്ട് അസ്യൂം ചെയ്തു. ദെൻ വി ആർ ടേക്കിംഗ് ഇ കെ ആസ് സ്പാൻ ഓഫ് x1 x2 എക്സെട്ര xk. അതായത് E1 ഇസ് സ്പാൻ ഓഫ് x1. സോ ഡയമെൻഷൻ ഓഫ് E1 ഈക്വൽ ടു 1, ഒരു വെക്റ്റർ സ്പാൻ ചെയ്യുന്ന സ്പേസ്. ആൻഡ് E2 ഇസ് സ്പാൻ ഓഫ് x1 x2.
സോ 2 വെക്റ്റേഴ്സ് സ്പാൻ ചെയ്യുന്ന സ്പേസ് ആണ് E2. സോ ദ ഡയമെൻഷൻ ഓഫ് E2 ഇസ് 2. മാത്രമല്ല E1 വിൽ ബി എ സബ് സ്പേസ് ഓഫ് E2. ഇതുപോലെ E3 എന്ന് പറയുമ്പോൾ സ്പാൻ ഓഫ് x1, x2, x3. സോ ഡയമെൻഷൻ ഓഫ് E3 ഈസ് 3 ആൻഡ് E2 വിൽ ബി എ സബ് സ്പേസ് ഓഫ് E3 ആൻഡ് സോ ഓൺ. സോ നമുക്ക് പറയാം ഫോർ ഈച്ച് കെ EK ഈസ് എ സബ് സ്പേസ് ഓഫ് EK+1. സോ സ്പേസുകൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈച്ച് EK ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ. എല്ലാ EKകളുടെയും ഓരോ EKയുടെയും ഡയമെൻഷൻ എന്ന് പറയുന്നത് K ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫൈനൈറ്റ് ഡയമെൻഷണലാണ്. ഹെൻസ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ X. സോ നമ്മുടെ ലെമ്മ പ്രകാരം ദർ എക്സിസ്റ്റ് YK ഇൻ EK വിത്ത് നോം ഓഫ് YK ഈക്വൽ ടു 1 ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം YK ടു EK-1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2. ഇങ്ങനെ നമുക്കൊരു സീക്വൻസ് കിട്ടും ബൈ നമ്മൾ ഇന്ന് തുടക്കത്തിൽ പറഞ്ഞ ലെമ്മ പ്രകാരം. നൗ ഈ YKകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ T ഓഫ് Xൽ ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണ്. T ഓഫ് YK ബൈ λK. ഈ സീക്വൻസിനെയാണ് നമ്മളിനി അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ YK എന്ന് പറയുന്നത് EKയിലുള്ള ഒരു എലമെൻ്റാണ്. ആൻഡ് EK ഈസ് സ്പാൻ ഓഫ് x1, x2, etc. xk. So I can write YK as a linear combination of x1, x2, etc. xk. So I can write YK equal to summation I equal to 1 to k ai xi for some scalars ai's. For some ai in the scalar field. So image of YK by λK will be ഇവിടെ T എന്ന് പറയുന്നത് ഒരു ലീനിയർ ഓപ്പറേറ്ററാണ്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് 1/λK ടൈംസ് T ഓഫ് YK ആൻഡ് YK ക്യാൻ ബി റിട്ടൺ ആസ് summation I equal to 1 to k ai xi and T is a linear operator. So ആ ലീനിയാരിറ്റി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ we can write summation I equal to 1 to k ai T of xi by λK. So this is summation I equal to 1 to k ai. Then T of xi is lambda I xi. So നമ്മളതിവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ we can write ai lambda I by lambda k times xi. ഇതിൽ I ഈക്വൽ ടു കെ ആവുന്ന കേസ് നമ്മളിവിടെ സെപ്പറേറ്റ് എഴുതുകയാണ്. സോ I ഈക്വൽ ടു കെ ആകുമ്പോൾ നമുക്ക് എ കെ ലാംഡ കെ ബൈ ലാംഡ കെ എക്സ് കെ എന്ന് കിട്ടും. സോ ദിസ് വിൽ ബി എ കെ എക്സ് കെ പ്ലസ് ഓൾ അതർ ടേംസ് ക്യാൻ ബി റിട്ടൺ ആസ് സമ്മേഷൻ I ഈക്വൽ ടു 1 ടു k മൈനസ് 1 എ ഐ ലാംഡ I ബൈ ലാംഡ കെ എക്സ് ഐ. ഇതിൻ്റെ കൂടെ നമ്മൾ സമ്മേഷൻ I ഈക്വൽ ടു 1 ടു k മൈനസ് 1 എ ഐ എക്സ് ഐ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുകയാണ്. സോ ഇവിടെ ഞാനത് ആഡ് ചെയ്തു, ഇവിടെ സബ്ട്രാക്ട് ചെയ്തു. സോ ഐ വിൽ ഗെറ്റ് സമ്മേഷൻ I ഈക്വൽ ടു 1 ടു k മൈനസ് 1 ലാംഡ I മൈനസ് ലാംഡ k മൈനസ് 1 ടൈംസ് എ ഐ എക്സ് ഐ എന്നെഴുതാം. ഇപ്പോൾ ആദ്യത്തെ ഇതിനെ നമുക്ക് വീണ്ടും ഒരുമിച്ച് സമ്മേഷൻ I ഈക്വൽ ടു 1 ടു k എ ഐ എക്സ് ഐ എന്നെഴുതാൻ പറ്റും, വിച്ച് ഇസ് നത്തിങ് ബട്ട് YK. ഓക്കെ, ആൻഡ് ഇവിടെ ബാക്കിയുള്ളതാണെങ്കിൽ x1, x2, എക്സെട്ര xk മൈനസ് 1ൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനാണ്. സോ ദിസ് പാർട്ട്, അതായത് ഈ ബോക്സിലിപ്പോൾ ഉള്ള ഈ പാർട്ട് എന്ന് പറയുന്നത് സ്പാൻ ഓഫ് x1, x2, എക്സെട്ര xk മൈനസ് 1ൽ ഉണ്ടാവും. അതായത് ദിസ് വിൽ ബി ഇൻ EK മൈനസ് 1. സോ ഐ ക്യാൻ റൈറ്റ് T ഓഫ് YK ബൈ ലാംഡ k ആസ് YK പ്ലസ് ZK, where ZK is the person in this box which is an element of EK minus 1. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സപ്പോസ് k ഈസ് ഗ്രേറ്റർ ദാൻ n. k ഗ്രേറ്റർ ദാൻ n എന്ന് പറയുമ്പോൾ k ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n+1 ആയിരിക്കും. ഓർ നമുക്ക് എന്ത് പറയാം, ഈ n+1 വിൽ ബി എ സബ്സ്പേസ് ഓഫ് EK.
ഇ എൻ പ്ലസ് വൺ വിൽ ബി എ സബ്സ്പേസ് ഓഫ് ഇ കെ എന്ന് പറയാം. ഓക്കെ, സോ norm of t of yk by lambda k minus t of yn by lambda n will be norm of yk plus zk minus of yn plus zn, because നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു t of yk by lambda k can be written as yk plus zk where zk is an element of ek minus 1 എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ നമുക്കതിനെ ഈ രീതിയിൽ എഴുതാൻ പറ്റും. ഇനി this is same as yk minus of yn minus zk plus zn. then ഇവിടെ നമുക്ക് നോട്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത് ഇ എൻ പ്ലസ് വൺ വിൽ ബി എ സബ്സ്പേസ് ഓഫ് പ്രോപ്പർ സബ്സ്പേസ് ഓഫ് ഇ കെ എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഇ എൻ വിൽ ബി എ സബ്സ്പേസ് ഓഫ് ഇ കെ എന്ന് നമുക്ക് പറയാം. ഇ എൻ ഈസ് എ പ്രോപ്പർ സബ്സ്പേസ് ഓഫ് ഇ കെ. ഇ എൻ, or we can say that this En is contained in ek minus 1. ഈ k minus 1 ഉണ്ട് എന്നും നമുക്ക് പറയാം. ഇവിടെ k greater than or equal to n plus 1 എന്ന് പറയുമ്പോൾ k minus 1 is greater than or equal to n എന്നും മീനിങ് ഉണ്ട്. അപ്പോൾ En is a subspace of ek minus 1. ഇവിടെ നമുക്ക് yn എന്ന് പറയുന്നത് this is an element of En. Zn is an element of En minus 1 and Zk is an element of Ek minus 1. ഇവിടെ നമുക്ക് En minus 1 is a subspace of En എന്നറിയാം. ഇപ്പോൾ En is a subspace of Ek minus 1 എന്ന് നമുക്കറിയാം. സോ ഇവിടെയുള്ള ഈ മൂന്ന് ടേമും Ek minus 1-ലുള്ളവരാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന ഈ ആൾ ഇ കെ മൈനസ് 1-ലുള്ള ഒരു എലമെൻ്റാണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിസ്റ്റൻസ് ഓഫ് വൈ കെ ഫ്രം ഇ കെ മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആയതുകൊണ്ട് നോം ഓഫ് വൈ കെ മൈനസ് വൈ എൻ മൈനസ് സെഡ് കെ പ്ലസ് സെഡ് എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞ സീക്വൻസ്, അതായത് സീക്വൻസ് ടി ഓഫ് വൈ എൻ ബൈ ലാംഡ എൻ എന്ന് പറയുന്നതിലെ എലമെൻറ്റ്സ് തമ്മിൽ അറ്റ്ലീസ്റ്റ് 1/2 ഡിസ്റ്റൻസ് അകലെയാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഈ സീക്വൻസിലെ ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്താലും അവർ തമ്മിൽ അറ്റ്ലീസ്റ്റ് 1/2 ഡിസ്റ്റൻസ് ഉണ്ട്. സോ ദിസ് സീക്വൻസ് കനോട്ട് ഹാവ് എ കോഷി സബ് സീക്വൻസ്. ഇതിനൊരു കോഷി സബ് സീക്വൻസ് ഉണ്ടാക്കാൻ പറ്റില്ല, ബിക്കോസ് ഈച്ച് എലമെൻറ്റ് ഇസ് സിറ്റുവേറ്റഡ് അറ്റ്ലീസ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് 1/2. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാംഡ ഐസ് എടുത്തിരിക്കുന്നത് മോഡ് ലാംഡ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലൺ ആവുന്ന പോലെയാണ്. അതായത് റെസിപ്രോക്കൽ എടുത്താൽ 1 മോഡ് ലാംഡ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എപ്സിലൺ. സോ നോം ഓഫ് വൈ എൻ ബൈ ലാംഡ എൻ എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലാംഡ എൻ ടൈംസ് നോം ഓഫ് വൈ എൻ. നോം ഓഫ് വൈ എൻ 1 ആണെന്നറിയാം, ആൻഡ് 1 ലാംഡ ഐ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലൺ. സോ വി ഹാവ് വൈ എൻ ബൈ ലാംഡ എൻ എന്ന് പറയുന്ന സീക്വൻസ് ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് എ ബൗണ്ടഡ് സീക്വൻസ്, ബട്ട് ഇറ്റ്സ് ഇമേജ് സീക്വൻസ് കനോട്ട് ഹാവ് എ കോഷി സബ് സീക്വൻസ്. എന്ന് വെച്ചാൽ എന്താണ്? ഒരു സീക്വൻസ് ബൗണ്ടഡ് ആണ്, പക്ഷേ ടി ഓഫ് ദാറ്റ് സീക്വൻസ് കനോട്ട് ഹാവ് എ കോഷി സബ് സീക്വൻസ് മീൻസ് ടി ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണ് എന്നുള്ളതിന് കോൺട്രഡിക്ഷനായി. ബിക്കോസ് കോമ്പാക്റ്റ് ഓപ്പറേറ്ററിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവരി ബൗണ്ടഡ് സീക്വൻസ് വിൽ ബി മാപ്ഡ് ടു എ സീക്വൻസ് വിച്ച് ഹാസ് എ കോഷി സബ് സീക്വൻസ്. ഇവിടെ ബൗണ്ടഡ് സീക്വൻസ് ആണ്, അത് മാപ്പ് ചെയ്തിരിക്കുന്ന സീക്വൻസിന് കോഷി സബ് സീക്വൻസ് ഉണ്ടാവാൻ പറ്റുകയുമില്ല. സോ ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ ടു കോമ്പാക്ട്നെസ് ഓഫ് ടി. നമ്മൾ തെറ്റായൊരു കാര്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ് ഈ കോൺട്രഡിക്ഷനിലെത്തിയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം, ഫോർ എവരി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ ഈസ് ഓൺലി എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് eigen values corresponding to
linearly independent eigenvectors corresponding to eigenvalues lambda I with mod lambda I greater than or equal to epsilon. ഇവിടെ നമുക്ക് എന്താണ് കിട്ടിയത്? The point spectrum, eigenvalues means they are in the point spectrum. അപ്പോൾ നമുക്ക് ലാംഡ റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ പുറത്തേക്ക് ഫൈനൈറ്റ്ലി മെനി ഏഗൺ വാല്യൂസേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഏഗൺ വാല്യൂസും മോഡ് ലാംഡ ലെസ് ദാൻ എപ്സിലൺ എന്നുള്ള പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് the point spectrum sigma p of t of a compact operator t on an infinite dimensional Banach space X is at most a sequence lambda I converging to 0 and every lambda I has finite multiplicity എന്ന് നമുക്ക് പറയാം. ബിക്കോസ് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 വാസ് ചോസൺ ആർബിട്രറിലി. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഫൈനൈറ്റ്ലി മെനി ഏഗൺ വാല്യൂസേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കി ഫൈനൈറ്റ്ലി മെനി ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും എപ്സിലൺ റേഡിയസ് ഉള്ള ഡിസ്കിൻ്റെ ഉള്ളിലാണ്. മീൻസ് ദിസ് ലാംഡ ഐ കൺവേർജസ് ടു 0 ആൻഡ് സിൻസ് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ഈസ് ആർബിട്രറി, then we can say that each lambda I has finite multiplicity. സോ പോയിൻറ്റ് സ്പെക്ട്രത്തിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് നമുക്കിപ്പോൾ ഇവിടെ ഈ പ്രപ്പോസിഷനിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്.